അങ്ങനെ നമ്മുടെ സിംഗിൾ സിലിണ്ടർ സെഗ്മെൻറ്റിലെ ഒരു കിങ് എന്നറിയപ്പെടുന്ന നമ്മുടെ 390 അങ്ങനെ കൊടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, നമ്മളെ വണ്ടിയോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, അതുകൊണ്ട് മാത്രം കൊടുക്കാണ്ടിരുന്നൊരു ഡ്യൂക്ക് 390 ആട്ടോ ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും ഫോളോവേഴ്സ് അച്ചീവ് ചെയ്തത് ഈ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ്. എല്ലാ വണ്ടിയുള്ളതുകൊണ്ട് തന്നെയാണ്. ആദ്യത്തെ ഒരു 20-25K നമ്മുടെ ഡ്യൂക്ക് 200 ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 30K പ്ലസ് അടിച്ചത് ഈ ഒരു വണ്ടി കൊണ്ടാണ്. പിന്നെ ഫൈനലി നമ്മുടെ കാർബണും കൊണ്ട്. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടീൻ്റെ സെയിലെന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ ആദ്യം അക്കാര്യം പറഞ്ഞിട്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇത് 2021 മോഡൽ BS6 ഡ്യൂക്ക് 390 ആണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരായിക്കോട്ടെ ഡ്യൂക്കിനെ പറ്റിയും വണ്ടിനെ പറ്റി അറിയുന്നവർ ഇത് BS4 ആണോ BS6 ആണോ എന്ന് നോക്കുക. ഒറ്റൊരു കാര്യം നോക്കിയിട്ടാണ് ഈ ഒരു എക്സോസ്റ്റ് നോക്കിയിട്ട്. പക്ഷേ ഇത് BS4-ൻ്റെ ആണ്, പക്ഷേ വണ്ടി BS6 ആട്ടാ. 2021 മോഡൽ 3 വർഷത്തിന് മേലെയായി. ബട്ട് ഓടിയത് സത്യം പറയുകയാണെങ്കിൽ 1 വർഷം ഓടിയിട്ടുള്ളൂ കേട്ടോ വണ്ടി. ആദ്യത്തെ 1 വർഷം കൊണ്ട് ഒരു 12,000 കിലോമീറ്റർ ഓടി. അതിന് ശേഷം കാണിച്ചു തരാം. അതിനുശേഷം 16,508 കിലോമീറ്റർ. ബാക്കിയുള്ളൊരു 4,000 കിലോമീറ്റർ സത്യം പറഞ്ഞാൽ ഓടിയിട്ടില്ല. വെറുതെ ഇങ്ങനെ വണ്ടി ഓടണമല്ലോ, വണ്ടി ഇങ്ങനെ വെറുതെ വെച്ചിട്ട് ബാറ്ററി ഒന്നും ഡെഡ് ആണ്ടാന്ന് വെച്ചിട്ടുള്ള ഇതിൽ വണ്ടി യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ കാറ് കിട്ടി, പിന്നെ ഓല കിട്ടി, അങ്ങനത്തെ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ നമ്മളിങ്ങനെ വണ്ടി എടുക്കാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി എടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ സെക്കൻഡ്സ് വണ്ടി എടുക്കുമ്പോഴുള്ള പ്രശ്നമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ ഓണർ, ഞാൻ ഫ്രഷ് എടുത്ത വണ്ടിയാണ്. ഏകദേശം 4 ലക്ഷം രൂപേൻ്റെ അടുത്ത് കൊടുത്തിട്ടെടുത്ത വണ്ടിയാണ്. അപ്പോൾ അതിൽ തന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഒരു മെയിനായിട്ടുള്ള ചേഞ്ചസ് വരുന്നത്, ഞാൻ വണ്ടി എടുത്തിട്ട് ഒരു 6 മാസം കൊണ്ട് തന്നെ ഞാൻ കളർ സ്കീം മാറ്റിയിട്ടുണ്ട്. കളർ സ്കീം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി സെറാമിക് വൈറ്റ് ആയിരുന്നു വരുന്നത്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ കളറായ സെറാമിക് വൈറ്റ് ആയിരുന്നു വരുന്നത്. അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ക്യാൻഡി റെഡ് ആൻഡ് ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ളി നമ്മൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ RTOൻ്റെ അടുത്ത് ക്ലിയർ ആക്കിയതാണ്. ലിമിറ്റഡ് എഡിഷൻ പെയിൻ്റ് ആട്ടോ. നിങ്ങൾക്ക് ഇതിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല. എത്രയോ വെയിലത്തും മഴയത്തും എല്ലാം ഇട്ടിട്ട് വണ്ടീൻ്റെ ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല, പക്കയായിട്ട് ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓട്ടോലോഗിൻ്റെ ഒറിജിനൽ കിറ്റ് ആഡ് ചെയ്തിട്ട്, ഓട്ടോലോഗിൻ്റെ ഒറിജിനൽ ആട്ടാ, തേർഡ് പാർട്ടി കിറ്റൊന്നുമല്ല, ഫൈബർ വെച്ച് ഉണ്ടാക്കിയ സാധനമല്ല, ഒറിജിനൽ ഓട്ടോലോഗ് ഡിസൈനിന് ഓർഡർ ചെയ്ത സാധനമാണ്. അതിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് 10,000 പ്ലസ് റേറ്റ് അതിനുണ്ട്. പിന്നെ വരുത്തിയ ചേഞ്ചസ് എന്ന് വെച്ചാൽ നോർമലി സൈഡ് മിറർ നോക്കുകയാണെങ്കിൽ എനിക്ക് മിറേഴ്സ് വലിയ യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല എന്ന് ഞാൻ എല്ലാ വീട്ടിലും പറയുന്നത്. അതുകൊണ്ട് തന്നെ വാറൻറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് മിറേഴ്സ് കയ്യിലുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ചേഞ്ചസ്, നമ്മൾ ഈ ഒരു വണ്ടി പറയുകയാണെങ്കിൽ BS3 എന്ന് പറയുന്നൊരു വെഹിക്കിൾ റോ പവറാണ്. 390 റോ എന്ന് വെച്ചാൽ അത്രയും റോ പവറാണ്. BS4 വരുമ്പോൾ റോ പവറുമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു റിഫൈൻമെൻറ്റും വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കിട്ടുന്നൊരു എക്സോസ്റ്റ് സൗണ്ടും അത്രയും ഇത് BS6 വരുമ്പോൾ ഇല്ല. BS6 വരുമ്പോൾ ഫുള്ളി റിഫൈൻഡ് എൻജിനും ഫുള്ളി റിഫൈൻഡ് വർക്കിങ്ങും കാര്യങ്ങളും തന്നെയാണ്. എന്താ പറയുക, നമ്മുടെ അത്രയും സൈലൻ്റ് ആയ ഒരു വണ്ടി ബട്ട് ഓടിക്കുമ്പോൾ വയലൻ്റ് ആവുക എന്ന് പറയുന്ന അവസ്ഥയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള വണ്ടിയാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മളെ BS4-നായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വരുന്നത് ഇതെടുക്കുമ്പോൾ. പിന്നെ അത് മാറി BS6 അറിയാം. എല്ലാവരും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സോസ്റ്റ് മാറ്റുന്നുണ്ട്. ഞാനിത് എനിക്ക് ഒന്ന് BS6 എടുത്തിട്ട് മാറ്റുന്നതിനേക്കാളും മുന്നേ ഞാൻ BS4 ഡ്യൂക്ക് 200 ഈ എക്സോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്. അതായത് എൻജിൻ തൊട്ടുള്ള പൈപ്പ് ഒറിജിനൽ ഇതിനൊക്കെ 13,000 രൂപയുണ്ട് ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഇതിന് മാത്രം. കാറ്റലറ്റിക് കൺവേർട്ടർ ഇതിലാണ് വരുന്നത്. അത് തൊട്ടില്ല BS4-ൻ്റെ സ്റ്റോക്ക് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തത് അലോയ്സ് റെഡും ബാക്കിലത്തെ ബ്ലാക്കും ആക്കിയത്. കാരണം വെച്ചാൽ ബാക്കിലത്തെ എങ്ങനെയായാലും ചെയിൻ സ്പ്രോക്കറ്റ് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ വല്ലാണ്ട് വൃത്തിയിടും. അപ്പോൾ നമ്മൾ ഡ്യൂക്ക് 200 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പണിയാണത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ കറക്റ്റായിട്ട് ചെയിൻ ലൂബും കാര്യങ്ങളും ഒരു 200 പ്ലസ് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയിൻ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓടുന്ന വണ്ടിയാണ്. ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ എക്സോസ്റ്റ് അണ്ടർ ദ എൻജിൻ വരുന്നത് കൊണ്ട് തന്നെ ഹീറ്റിംഗ് ഭയങ്കര കുറവാണ്. BS6-ന് ഹീറ്റിംഗ് ഭയങ്കരമായിട്ട് ഹീറ്റിംഗ് ഒന്നുമില്ല, അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ്. ഡ്യൂക്ക്
ഡ്യൂക്ക് 390 BS6 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സോസ്റ്റ് ഫുള്ളായിട്ട് മാറ്റിയതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർ ബെല്ലി, അതായത് BS4 RC 390 അണ്ടർ ബെല്ലി അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ളപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇത് അത്യാവശ്യം മാർക്കറ്റിൽ ക്ലിക്കായ ടൈം ഉണ്ടല്ലോ, നമ്മൾ NS-നായാലും ഏതിനായാലും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ടൈമിൽ അണ്ടർ ബെല്ലി മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഈ വണ്ടിയിൽ ചേഞ്ച് ചെയ്തത് നമ്മൾ ടയറാട്ടാ, റോഡ് 5, മിഷ്ലിൻ്റെ റോഡ് 5. യൂസ്ഡ് ഒന്നല്ല കേട്ടോ, ട്രാക്ക് ടയർ ഒന്നല്ല, ഒരു 20,000 രൂപേൻ്റെ അടുത്തോളം കൊടുത്തിട്ട് എടുത്തതാണ്. ഞാൻ ബേസിക്കലി ഡ്യൂക്ക് 200-ൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു മിഷ്ലിൻ റോഡ് 5 ഇറങ്ങിയത്. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പെർഫോമൻസ്, എന്താ പറയുക, അതിൻ്റെ ഒരു പറയുന്ന കാര്യങ്ങളുണ്ട്. 2CT കോമ്പൗണ്ട് പ്ലസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, വെറ്റ് ഗ്രിപ്പ്, ഡ്രൈ ഗ്രിപ്പ്, ഈ ഒരു സാധനങ്ങൾ പക്കയായിട്ട് വന്ന് ഏക ടയേഴ്സ് ഇതാട്ടെ. അത്രയും റേറ്റ് കൊടുത്തിട്ടാണെങ്കിൽ അത്രയും അതിൻ്റെ പെർഫോമൻസ് അതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ഇതിൽ വരുന്നത് MRF-ൻ്റെ ടയേഴ്സാണ്. അതിനെക്കൊണ്ട് 390ക്ക് ഒരു കാര്യങ്ങളുമില്ല. പിന്നെ ഈ ഒരു BS6-ൽ ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് വരുന്നുണ്ട് കേട്ടോ. ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഉള്ള ബൈക്സിൽ, സൂപ്പർ ബൈക്സിലായിക്കോട്ടെ, ചിലപ്പം ക്വിക്ക് ഷിഫ്റ്ററേ വരും. ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത് നമ്മളെ ക്ലച്ച് എൻഗേജ് ചെയ്യാണ്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ മാത്രം, ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കണം. ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് വരുന്നുണ്ട്, അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും അടക്കം വരുന്നതാണ് ഇതിൽ. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ABS ഓഫ് ഓൺ ഉണ്ട്, സൂപ്പർ മോട്ടോരൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻലി ഒരു കാര്യം പറഞ്ഞാൽ ഇതാ ഇൻഡിക്കേറ്റേഴ്സ്. ഇത് നമ്മളെ ഹോണ്ടേൻ്റെ സൂപ്പർ ബൈക്സിലൊക്കെ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആട്ടോ. നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. ഡ്യൂക്കിൻ്റെ 2 ഇൻഡിക്കേറ്ററിൻ്റെ റേറ്റ് 1 വരുന്നുണ്ട് ഇതിന്. അപ്പോൾ അത് നമ്മളെ ഡ്യൂക്കിൻ്റെ അവസ്ഥ അറിയാമല്ലോ, പൊട്ടിപ്പോകുന്ന അവസ്ഥയായതുകൊണ്ട് ഇടക്കിടക്ക് മാറ്റേണ്ട അവസ്ഥയല്ലേ, അതുകൊണ്ട് മാറ്റിയതാണ്. രാവിലെ വെയിലത്തെടുത്ത് നിന്ന വീഡിയോ. അതേപോലെ തന്നെ എക്സ്ട്രാ ഗ്രാഫിക് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ഒരു ഷോപ്പിൽ നിന്ന് ചെയ്തതാണ്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് മൊത്തം എടുക്കുന്നത് അപ് ടൗൺ ഗാരേജിൽ നിന്നാണ്. അതിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ് ടൗൺ ഗാരേജിൽ നിന്നാണ് ഇതിൻ്റെ മൊത്തം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ആയിക്കോട്ടെ കറക്റ്റായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഫ്രീ സർവീസ് മൊത്തം ഷോറൂം നയിച്ചത്. അതിൻ്റെ അപ്പുറം അതിൽ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ എത്രമാത്രം ജെന്യുവിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് ചെയ്യാറില്ല. നമ്മൾ തന്നെ ഓയിൽ വാങ്ങിച്ച് നമ്മൾ തന്നെ സർവീസ് ചെയ്യാൽ എയർ ഫിൽറ്റർ ആയിക്കോട്ടെ ഓയിൽ ഫിൽറ്റർ ആയിക്കോട്ടെ എല്ലാം കറക്റ്റായിട്ട് മാറുന്ന വണ്ടിയാണ്. പിന്നെ നമ്മളെ ഗ്രാബ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഗ്രാബ് നമ്മളെ BS4 ഡ്യൂക്ക് 390-ൻ്റെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മാറാനുള്ള കാരണം ഇതിൻ്റെ വലിയ ഗ്രാബ് വരുന്നത്. അത്യാവശ്യം BS6-ലേക്ക് വരുമ്പോൾ മൊത്തം കംപ്ലയിൻറ്റ്സ് അവർ റെക്ടിഫൈ ചെയ്തിട്ടാണ് BS6-ലേക്ക് വരുന്നത്. ഫുള്ളി ബാക്കിൽ നമ്മളെ ഈ ഗ്രാബ് വെക്കുമ്പോൾ ബാക്കിലോട്ടിരിക്കുമ്പോൾ ഈ ലൈറ്റ് പൊട്ടിപ്പോകുന്നൊരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ആ ഗ്രാബ് ആക്കിയത്. ഒരു ബാക്കിൽ ഫുള്ള് പ്രൊട്ടക്ഷൻ വരുന്നത്. അതിവിടെ ഉണ്ട് കേട്ടോ. അത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ DRL ചെയ്തിട്ടുണ്ട് കേട്ടോ. RGB DRL ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ചെയ്തത്, ഇപ്പം വെളിച്ചത്തായണ്ട കേട്ടോ ഇങ്ങനെ ഒരു ബ്രൈറ്റ്നെസ് കുറവ്. നമ്മൾ ആദ്യം ചെയ്തത് സിംഗിൾ കളർ എന്ന് ഉദ്ദേശിക്കുന്നത് RGB അല്ല, നോർമൽ DRL. അതായത് അറ്റ് എ ടൈം ഒരു കളർ മാത്രമേ ഉണ്ടാവും. പിന്നെ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് ഫുള്ളി RGB ചെയ്തിട്ടുണ്ട്. നമ്മളെ മൊബൈൽ കൺട്രോൾ, ആപ്പ് കൺട്രോൾഡാണ് അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ബ്രേക്സും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്തില്ല. KTM-ൻ്റെ ബ്രേക്സ് അത്രയും പക്ക ബ്രേക്കിംഗ് ആണ്. പിന്നെ നമ്മളെ എക്സോസിൻ്റെ DB കില്ലർ കട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് എക്സോസിൻ്റെ DB കില്ലർ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സോസ് നോട്ട് ഞാൻ കാണിച്ചുതരാം. എക്സോ സൗണ്ട് കേട്ടില്ലേ, നല്ല അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളിലുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഹെഡ്ലൈറ്റിന് എക്സ്റ്റേണൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കുക ഓടിക്കുക. ഇത് സത്യത്തിൽ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ BS4 ഡ്യൂക്ക് 200 കൊടുത്തിട്ട് BS4 ഡ്യൂക്ക് 390 എടുക്കാമെന്ന് വെച്ചാൽ. ബട്ട് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത്, ഈ വീട്ടിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്
ഈ ഒരു ഫ്രഷ് വണ്ടി തന്നെ എടുക്കേണ്ടി വന്നത്. അത്രയും റേറ്റ് കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ എന്താ പറയുക 4 ലക്ഷം രൂപ എടുത്തിട്ട് എനിക്ക് വേർത്താണെന്ന് തോന്നിയ വണ്ടി ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു റേറ്റ് കൊടുത്ത് കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് എടുക്കണ്ട, നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് സൂപ്പർ ബൈക്ക് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. ബട്ട് നമുക്ക് ഓരോരുത്തർക്കും എന്താ പറയുക KTM ബൈക്സ് ഓടിച്ച എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ഫീലിംഗ്. അത് എന്താ പറയുക ഇപ്പോഴും അതിൻ്റെ ഒരു ഫ്രഷ് ലുക്ക് ഫീലിംഗ്, നമുക്ക് ഇൻഹാൻസ് ഫീലിംഗ് എന്ന് പറയുന്നത് അത് വേറൊരു വണ്ടിയിൽ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അത് V3 ആയിക്കോട്ടെ ഏതായിക്കോട്ടെ എനിക്ക് കിട്ടുന്നില്ല. അതിപ്പോൾ എനിക്ക് സെക്കൻഡ് ഹാൻഡ് സൂപ്പർ ബൈക്ക് എടുത്താൽ പോലും കിട്ടുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി തന്നെ എടുത്തത്. കാരണം എനിക്ക് ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കുന്ന ഒരു വണ്ടി ഉണ്ടാവില്ല നമ്മളെ മൈൻഡിൽ പണ്ടേ കൊണ്ടു കിടക്കുന്നത്. കാരണം വെച്ചാൽ അതിന് മുന്നേ വരെ എല്ലാവരും 200 എടുത്ത് 390ലേക്ക് മാറുമ്പോൾ നമുക്കൊരു ഈഗോ ഉണ്ടാവില്ലേ, നമ്മൾ മാത്രം ഒന്നും ആയിട്ടില്ല, എന്താ പറയുക ഫിയർ ഓഫ് ബീയിങ് ആൻ ആവറേജ് എന്ന് പറയില്ലേ, ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി എടുത്തു കേട്ടാ. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രൈസ് എന്ന് പറയുന്നത് 290 ആട്ടാ. 290 വിത്ത് ഓൾ എക്യുപ്മെൻറ്റ്സ്, അതായത് നമ്മുടെ കിറ്റ്, അണ്ടർ ബെല്ലി, എക്സോസ്റ്റ്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് കാര്യങ്ങൾ, DRL, ഇതിൻ്റെ സ്റ്റോക്ക് സാധനങ്ങൾ മൊത്തം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. സ്റ്റോക്ക് സാധനം വെച്ചാൽ സാരി ഗാർഡ്, ടെയില്, മിറേഴ്സ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഫ്രഷ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാനത് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇത് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിക്കൽ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പോയിട്ട് നോക്കാം. ഇതിൽ ആക്സിഡൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ആകെ 16,000 കിലോമീറ്റർ ഓടിച്ചല്ലോ. ആക്സിഡൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല, ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ സർവീസൊക്കെ പക്കയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടിക്കൽ കോൺടാക്റ്റ് നമ്പർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കോൺടാക്റ്റ് നമ്പർ, അതിൽ വിളിച്ചോ. ബാക്കി റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഫിക്സഡ് റേറ്റാണ് 290. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിടുന്നത്. ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് വരുന്നത് കൊണ്ടാണ് യൂട്യൂബിൽ മൊത്തം വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടിക്കൽ ഒന്നിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പിൽ നമ്പറിൽ കോൾ ചെയ്തിട്ട് വിളിച്ചോ. അപ്പോൾ ഇതും സെയിലിനായിട്ടുണ്ട്. അടുത്ത വേറെ വണ്ടിയും നമ്മൾ സെയിൽ, നമ്മൾ ഫ്ലാഷ് സെയിൽ പോലെ കൊടുക്കാൻ പോകുന്നത്, എല്ലാ വണ്ടിയും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വേണ്ടവർ വിളിച്ചോ. ബൈ.